ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു വേങ്ങര ഒരു ക്രസറിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് വീടിന് അനുയോജ്യമായ മെറ്റീരിയൽ എല്ലാം കിട്ടാൻ കുറച്ചൊരു ക്ഷാമം വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ പ്രൊഡക്ഷൻ ചെയ്യാൻ സാധനം ഇല്ലാത്തതാണ് അതിൻ്റെ മെയിൻ കാരണം. എന്ന് വെച്ചാൽ ഇവർക്ക് മെറ്റീരിയൽ ഒന്നും വല്ലാതെ കിട്ടുന്നില്ല. ഒരുപാട് പുതിയ പുതിയ കോറികൾക്കൊന്നും ഇവിടെ പെർമിറ്റ് കിട്ടുന്നില്ല. ഒരുപാട് പ്രതിസന്ധികളാണ് ഇപ്പോൾ നമ്മുടെ മേഖല നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവർമാർ വളരെ കഷ്ടപ്പെട്ടാണ് ഈ മെറ്റീരിയൽ എല്ലാം നമുക്ക് വീടുകൾക്ക്, നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം എത്തിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ രാത്രിയെല്ലാം വന്ന് കിടന്നിട്ടാണ് ഒരു ലോഡ് കിട്ടുന്നത്. അതിൻ്റെ പുറമെ ഈ ക്രഷറിലടക്കം നാളെ മുതൽ 1 രൂപ കൂടുകയാണ്. മറ്റുള്ള എല്ലാ ക്രഷറുകളിലും 2 രൂപ വെച്ചിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം പൊതുവേ നമ്മുടെ പൊതുമേഖല വളരെ ബുദ്ധിമുട്ടിലും വളരെ ടൈറ്റായിട്ടാണ് പോകുന്നത്. വളരെ പ്രതിസന്ധിയിലാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ വിലകയറ്റം കൂടി വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഒരു ഡ്രൈവർ എത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് കാത്തു കിടന്നിട്ടാണ് ഒരു ലോഡ് കിട്ടുന്നത്. അത് കൊണ്ട് ഇറക്കിയാൽ ആ സൈറ്റിലെ അവസ്ഥ എന്താണെന്നൊക്കെ ഈ വീഡിയോ എല്ലാം ഉൾപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ഈ മെറ്റീരിയലെല്ലാം നമ്മുടെ മെറ്റൽ എംസാൻ്റെ ഒക്കെ എങ്ങനെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്, എത്ര കഷ്ടപ്പെടാണ് കിട്ടുന്നതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് പോയി നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ ഊരോത്തുമലയാണ് കാണുന്നത്, നമ്മുടെ മിനി ഊട്ടി ഭാഗമാണ്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ വേറെ പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ നല്ല വൈവാണ് ഇവിടെയൊക്കെ കാണാനുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടുത്തെ ഈ പ്രദേശങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട. മൊത്തത്തിൽ നിങ്ങൾ കണ്ടില്ല, മഞ്ഞ് മൂടി നമ്മുടെ ഊട്ടിയിൽ ചെന്ന ഒരു ഏകദേശം അനുഭൂതിയുണ്ട്. അപ്പോൾ എല്ലാം ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇനി കൂടുതൽ പറഞ്ഞ് ഞങ്ങളെ അതിലേക്ക് കൊണ്ടുപോകാൻ പോകണം. അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ കണ്ടോളി. നമുക്ക് വീഡിയോയിലേക്ക് കണ്ട് പോവാം. അപ്പോൾ മക്കളെ, ഈ ക്രഷറിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത് കേട്ടോ, ഫ്രണ്ടേജാണ്. എന്ത് ഭംഗിയാണെന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലേക്കാണ് ചെല്ലുമ്പോൾ തന്നെ അവിടെ വളരെ മനോഹരമായ രീതിയിലാണ് അവിടുത്തെ ആ മലയാണ് ഒന്നായിട്ട് വിരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ നേരെ ഞാൻ ക്രസറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ക്രസറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നേരെ കാണുന്ന ആ ബിൽഡിങ്ങാണ് ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളും. ഈ ട്രാക്ടറുകൾ കണ്ടില്ലേ, കുറച്ചൊരു പ്രായം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വണ്ടി നിർത്തേണ്ടത്. ഇവിടുന്ന് വണ്ടി നിർത്തി നമ്മൾ നേരെ ഓഫീസിലേക്ക് കയറുകയാണ്. ഓഫീസിൽ വലിയ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കാരണം ഞാൻ വരാൻ കുറച്ച് വൈകിയിരുന്നു. ഇത് കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ പോസ്റ്റ് കൊടുത്തിട്ടുള്ളത് നാളെ മുതൽ മെറ്റീരിയൽ എല്ലാം 1 രൂപ കൂടുന്നതാണ്. എല്ലാ ക്രഷറുകളും 2 രൂപയാണ് കൂടുന്നത്. ഇവിടെ 1 രൂപ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതിന് മുമ്പേ വില കൂടുതലുള്ള ക്രഷറാണ്. അപ്പോൾ ഇങ്ങനെ പോയാൽ തന്നെ നല്ല മഞ്ഞൊക്കെ ഉള്ള ഭാഗങ്ങളാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വണ്ടി അവിടെ ചുവട്ടിൽ നിർത്തിയിട്ടുണ്ട് കയറ്റാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കന്നെ ഇവിടെ അവിടെയൊക്കെ വണ്ടികളുണ്ട്. അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. എന്താ വെച്ചാൽ കല്ല് കിട്ടാനുള്ള ക്ഷാമം കാരണമാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഓരോന്നിനും അതിൻ്റേതായ വണ്ടികളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പം 3 വാഹനം താഴെ നിങ്ങൾക്ക് കാണാം. കാരണം എന്താ വെച്ചാൽ ബേബി, അതുപോലെ തന്നെ 12 mm 20 mm ഒക്കെയാണ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടികൾ. ശരിക്കും ഇവിടെ വണ്ടികൾ ഈ എംസാൻഡിനും ഒക്കെ വേണ്ടിയിട്ട്, കാരണം രാത്രി വലിയ ടോറസുകളെല്ലാം രാത്രിയിൽ ഇവിടെ കൊണ്ടുവന്നിടുന്നതാണ്. ഏകദേശം 2 മണിക്ക് 3 മണിക്ക് വന്നിട്ട് ഇവിടെ അവർ വന്ന് വണ്ടിയിൽ കിടന്ന് കൊതുകിൻ്റെ കടി കൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്കെല്ലാം ഓരോ ലോഡും നമ്മുടെ വീടിന് വേണ്ടി, നമ്മുടെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇവർ എത്തിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇത് ശരിക്കും സാധാരണക്കാരെല്ലാവർക്കും ഒന്നും അറിയില്ല. കാരണം ഇവർ എങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത്. അവരെ ഒരു ലോഡ് മെറ്റൽ എന്ന് പറയുമ്പോൾ നേരെ നമ്മുടെ വീടിന് മുമ്പിൽ എത്തുന്നവർ തട്ടുന്നു. ചിലപ്പം പറയും കാശ് അടുത്ത ആഴ്ച എടുക്കുക, അല്ലെങ്കിൽ എത്തിയിട്ടില്ല, ഗൾഫിൽ നിന്ന് അയച്ചിട്ടില്ല. പക്ഷേ ഇവിടെ റെഡി കാശും കൊടുത്തിട്ടാണ് കൂടുതൽ വണ്ടികളും നമുക്ക് ഇവർ മെറ്റീരിയലൊക്കെ എത്തിച്ചു തരുന്നത്. അപ്പോൾ ഈ ക്രഷറിൻ്റെ ഒരു ഭംഗി എന്താ, നിങ്ങൾ ചുറ്റുഭാഗം മല ഇങ്ങനെ കിടന്ന് ഇങ്ങനെ നീണ്ട് നിമർന്ന് കിടക്കുകയാണ്. മലയോര പ്രദേശം തന്നെയാണ്, തൊട്ട മലയുടെ ഭാഗത്താണ്. ഇത് നമ്മുടെ ഒരു സുഹൃത്താണ് കേട്ടോ, കോയക്കുട്ടി. അപ്പോൾ ഇതൊക്കെ എന്താണ് പുലർച്ചെ 3 മണിക്ക് വന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഓരോ വണ്ടികളും അവരെ ക്യാപ്പ് അനുസരിച്ച് ഇങ്ങനെ ആ വണ്ടിയുടെ താഴെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇതാ മെറ്റലാണ് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോരോ വണ്ടികളും ഒരു രാത്രി വൈകി ഒരു 3 മണി 3:30 4 മണിക്കൊക്കെ വന്ന് വെയിറ്റ് ചെയ്ത് ഗേറ്റിൻ്റെ പുറകെ കിടന്ന് നമ്മുടെ ടോക്കൺ പ്രകാരം നമ്മൾ അവിടെ നിന്ന് എഴുതിയിടണം നമ്പർ, അങ്ങനെ അകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ എംസാൻഡ് അടിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എംസാൻഡ് കണ്ടില്ല ഇങ്ങനെ വീഴുന്നത്, ഇത് ഫിൽറ്റർ ചെയ്തുകൊണ്ട് വീണത്. ഇപ്പോൾ ഇന്ന് അടിച്ച എംസാൻഡ് നമുക്ക് നാളെ കാലത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാം മൊത്തം കാലിയായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ലേശം ബാക്കിയുള്ളതും കൂടി കുറച്ച് വണ്ടികളും കൂടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് അപ്പുറത്ത് തന്നെ അതേപോലെ തന്നെ നമ്മുടെ കോൺക്രീറ്റിനുള്ള സാൻഡ് ഉണ്ട്, അതാണ് ആ തലക്ക കയറ്റിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ ടോർച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്രഷറിൻ്റെ ഒരു ഭംഗി, പ്രത്യേക വൈവാണ് ഇവിടെ കാണാൻ. അതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ദേശാടന വണ്ടി ടോർച്ചൊക്കെ ഇവിടെ കയറ്റിക്കൊണ്ടിരിക്കണം.
ഇത്രയും വണ്ടികൾ എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഇപ്പോൾ ഞാൻ കുറച്ച് വൈകിപ്പോയി, കാരണം ഇന്നലെ രാത്രി ഇടി മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ടിൽ അതിന് ബറാബർ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ ലേശം വൈകിയാണ് ഇന്ന് ഇറങ്ങിയത്. അതല്ലെങ്കിൽ കുറച്ചും കൂടിയും ആ വലിയ തിരക്കുള്ള ഭാഗത്തിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ലോഡ് കിട്ടിയ വണ്ടികൾ ഇതങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില വണ്ടികൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് എന്ന് വെച്ചാൽ ഇത് ഇപ്പം നമ്മുടെ വണ്ടിയിൽ ഇതാ ഫുള്ള് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായത്, കാരണം പകുതി ലോഡായപ്പോൾ അവിടെ മെറ്റൽ അടിച്ചായിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും കയറ്റണം. ഇങ്ങനൊന്നും ആവശ്യമില്ല. ഇത് വലിയ ക്രസറുകളാണ്. പെട്ടെന്ന് ഈ ക്രസർ എന്ന് വെച്ചാൽ പെട്ടെന്ന് സാധനങ്ങളാവുന്ന കേട്ടോ. അത്രയും വലിയ മെഷീനറി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്രസറാണ് ഈ ക്രസർ. അപ്പോൾ നമ്മളൊരു ബംഗാളി സുഹൃത്താണ് അവിടെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരും ലോഡ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ്, കാരണം അത്രയും വാഹനങ്ങളുണ്ട്. പുലർച്ചെ തുടങ്ങിയതല്ലേ അവർ. അതുപോലെ തന്നെ ഈ നേരെ നമ്മൾ കാണുന്ന മുൻവശത്തുള്ള സാധനം മൊത്തം കാലിയായതാണ്. കാരണം അവിടെ ഈ പീസാൻഡ് എന്ന് പറയുന്നത് നമ്മൾ തേപ്പിന് ഉപയോഗിക്കുന്ന സാൻഡാണ് അവിടെ ഉണ്ടായിരുന്നത്. മല കാണുന്നില്ലേ, മലയുടെ ഭാഗം കാണുന്നുണ്ട്. നമുക്ക് അവിടെ കാണുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു പോകും. അത്രയും രാവിലെയൊക്കെ നല്ല കുറച്ചൊരു ഇളം തണുപ്പാണ് ഈ ക്ലൈമറ്റിലും അവിടെ ഉള്ളത്. നല്ല രസമാണ് രാവിലെ തന്നെ അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അനുഭൂതിയാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന മൈതാനം പോലെ കാണുന്നതൊക്കെ കോരിപ്പോയതാണ്. അവിടെയൊക്കെ ഇഷ്ടം പോലെ സാധനം ഉണ്ടായിരുന്ന മൊത്തം കാലിയായി പോയി. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് പോവാൻ വിടുന്നിട്ടാ. എന്താ കഴിക്കാന്? പൊറോട്ടയാണല്ലോ. കറിയോ? എന്നാ പൊറോട്ട അടിക്കണേ. മീൻ ചിക്കൻ തന്നാളേ. അപ്പോൾ മക്കളെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് മെറ്റീരിയൽ എല്ലാം മെറ്റൽ എംസാൻഡുകളൊക്കെ എത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് അതിൻ്റെ ബാക്കിൽ. ഇപ്പോൾ നമ്മളൊരു ലോഡ് മെറ്റീരിയലോട് എംസാൻഡ് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് എത്തുന്ന പൈസ നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം, അല്ലെങ്കിൽ അവിടുന്ന് വന്നിട്ടില്ലേ ഗൾഫിൽ നിന്നൊക്കെ പറഞ്ഞ് ചിലവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് റെഡി കാശ് കൊടുത്തിട്ട് ഈ സാധനം ഇവിടെ എത്തുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ ഒരു എടുക്കാം. ഞാനെവിടേക്കും പോകണമെന്നില്ലല്ലോ, അവിടെ തരൂലേ. അപ്പം ഇങ്ങനെ പല രീതിയിലൊക്കെ ഇതൊക്കെ ചെയ്ത് തരണം ചെയ്ത് വണ്ടിയുടെ CC വണ്ടിയുടെ അടവുകൾ കാര്യങ്ങൾ മെക്കാനിക്ക് ഇതൊക്കെ തരണം ചെയ്ത് ഒരു ഈ ടിപ്പർ എന്ന് വെച്ചാൽ ഈ ലോറി പൊതുവെ വണ്ടികൾ ഇത് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടി എന്നുള്ള അവസ്ഥയിലാണ്. സാധനങ്ങളാണ് ഇപ്പം നാളെ മുതൽ വില കൂടാൻ പോവുകയാണ്. ഒരുപാട് സ്ഥലത്ത് വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ അവസ്ഥയിൽ അവിടെ നിന്നൊക്കെ കഷ്ടപ്പെട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം എല്ലാവരും മനസ്സിലാക്കുക. നമ്മുടെ നാടിന് വേണ്ടിയിട്ട് അതുപോലെ ഇപ്പം നമ്മൾ ഇതിനു വേണ്ടി സർക്കാർ കണ്ണു തുറക്കാറുണ്ട്. ഇവിടുന്ന് കോറികളെല്ലാം പാറയെല്ലാം പൊട്ടിച്ച് ഉരുൾപൊട്ടലും വേറെല്ലോ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതിനെ നമ്മൾ അംഗീകരിക്കാനില്ല. അത് വലിയൊരു വിഷയം തന്നെ. അപ്പോൾ അതിന് ഏതായാലും ഇനി നല്ല നാളുകൾ വരട്ടെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.